ഹായ്, എൻ്റെ പേര് പ്രണവ് എന്നാണ്. എൻ്റെ സ്ഥലം പത്തനംതിട്ട. ഞാൻ ആക്ച്വലി ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്. ഞാൻ സ്വന്തമായി കോൺട്രാക്ട് വർക്ക് ചെയ്യുകയാണ്. 2020 തൊട്ട് ഏകദേശം നല്ല രീതിയിൽ എനിക്ക് ഹെയർ ഫോൾ ഉണ്ടാകുന്നുണ്ട്. ഓൾറെഡി അങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അച്ഛനും ഓൾറെഡി നല്ല കഷണ്ടിയാണ്. എൻ്റെ ഫുള്ളായിട്ടൊരു ബാലൻസ് അല്ലായിരുന്നു, എന്നാൽ ഭയങ്കര ഗ്യാപ്പായിരുന്നു ഉള്ളിലും ഇതായിട്ട്. അപ്പോൾ അതിനെ തുടർന്ന് നമുക്കറിയാം അതെന്തായാലും ഒരു ഇത്ര നാളിനുള്ളിൽ എന്തായാലും പോകുന്നതെന്ന് അറിയാം. ഇപ്പോൾ കംപ്ലീറ്റ് പോകുന്നതിന് മുന്നേ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ആ സമയത്താണ് ഈ കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്. അപ്പം നമ്മൾ ഫോണിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തു. അപ്പോഴാണ് യൂട്യൂബിൽ യാദൃശ്ചികമായിട്ട് സാജൻ സൂര്യയുടെ ഒരു വീഡിയോ കാണുകയും അപ്പോൾ അതിനെ തുടർന്ന് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഇതിൻ്റെ സൈഡ് എഫക്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടുതൽ നോക്കാനായിട്ട് യൂട്യൂബിലും പല ഇതിലും നമ്മൾ കയറി നോക്കി. അപ്പോൾ അതിനെ തുടർന്നാണ് എൻ്റെ വൈഫ് ഓൾറെഡി നേഴ്സാണ്. അപ്പം അവരുമായിട്ടെല്ലാം ഡിസ്കസ് ചെയ്തു. ഇത് ചെയ്തു കഴിഞ്ഞാൽ ആക്ച്വലി സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നാണല്ലോ ആദ്യമേ അറിയേണ്ടത്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതും പിന്നെ ചെയ്തവരുടെ എക്സ്പീരിയൻസ് വളരെ പോസിറ്റീവ് റിസൾട്ട് ആയതുകൊണ്ടും ലാഡൻ സിറ്റി എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ 2022 ഓഗസ്റ്റ് 10 എൻ്റെ സർജറി കഴിഞ്ഞത്. ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തോളം ആകുന്നു. അന്ന് വന്ന എക്സ്പീരിയൻസ് ആണല്ലോ. എൻ്റെ സർജറി ചെയ്യുന്നത് ഗജാനന്ദ് യാദവ് ഡോക്ടറാണ്. അതിനുശേഷം ഇപ്പോൾ ഇത്രയും നാളായി സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇത് ചെയ്യുന്നതിനെ പറ്റി. അപ്പം ഫുള്ള് ട്രിം ചെയ്ത് അനസ്തേഷ്യ തന്നു. ആ അനസ്തേഷ്യ തരുമ്പോൾ ഉള്ളൊരു പെയിൻ മാത്രമാണുള്ളത്. അത് സഹിക്കാൻ പറ്റുന്ന വേദനയേ ഉള്ളൂ. മുടി വേണം എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് ആ പെയിനൊന്നും ശരിക്കും പറഞ്ഞാലൊരു വേദനയല്ല. പിന്നെ ശരിക്കും ഒരു 4-5 മണിക്കൂറോളം ഏകദേശം ഒരു 3000 ഗ്രാഫ്റ്റോളം ഞാൻ വെച്ചായിരുന്നു. അതിനുശേഷം തലയിൽ എന്തോ പ്രോസസ്സ് നടക്കുന്നു എന്നുള്ളതല്ലാതെ അതിനെപ്പറ്റി പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മെയിനായിട്ട് പറഞ്ഞാൽ ആ കൊറോണ ടൈം കഴിഞ്ഞ ആ ഒരു ഇതിലായതുകൊണ്ട് തന്നെ വീട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാൻ പറ്റി. ആദ്യത്തെ ഒരു 10 ദിവസം എനിക്ക് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഫീൽഡ് തന്നെ ആയതുകൊണ്ട് പൊടിയൊന്നും അടിക്കാതൊക്കെ 10 ദിവസം ഞാൻ ശരിക്കും വീട്ടിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ഞാനെന്തായാലും ഇനി മറ്റൊരാൾക്ക് ഉറപ്പായിട്ടും ഈ ലാഡൻ സിറ്റി സജസ്റ്റ് ചെയ്യും.